ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ലഞ്ച് റെസിപ്പിയാണ്. ചിക്കനോ മീനോ മുട്ടയോ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല റൈസും അതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഒരു സോയ ഫ്രൈയുമാണ്, അല്ലെങ്കിൽ സോയ റോസ്റ്റ് എന്ന് പറയാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഞ്ച് കോംബോയാണിത്. ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് റൈസ് ഉണ്ടാക്കാം. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു, അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചതും 1 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ സവാള ചേർക്കുന്നില്ല കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നേരിട്ട് ചേർത്തിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് പച്ചച്ചവ മാറിക്കഴിയുമ്പോൾ ഒരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി തക്കാളി നല്ലോണം ഒന്ന് വെന്ത് വരണം. തക്കാളി ഇതുപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിനി ഇതിനകത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പൊടികൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ച ചുവ നല്ലോണം മാറണം കേട്ടോ, അല്ലെങ്കിൽ റൈസിൽ ആ ഒരു ചുവ ഉണ്ടാവും. പൊടികളൊക്കെ മൂത്ത് കഴിയുമ്പം 2 ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട്. ചെറുതായിട്ട് തന്നെ അരിയാൻ നോക്കണേ, വലിയ കഷ്ണങ്ങളെക്കാളും നല്ലതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ വേറെ വെജിറ്റബിൾസ് ഒക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇപ്പോൾ ക്യാരറ്റോ ഗ്രീൻ പീസോ ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ജസ്റ്റ് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് കുക്ക് ചെയ്തെടുക്കണം. വെള്ളം ഒരുപാട് ആവശ്യമില്ല, ഉരുളക്കിഴങ്ങ് വേവാൻ ആവശ്യത്തിന് മാത്രം മതി. അപ്പോൾ ഇതിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് ഗ്രേവി പോലെ ആയിപ്പോകത്തില്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഗ്രേവിയൊക്കെ വറ്റി ഉരുളക്കിഴങ്ങ് പാകത്തിന് വെന്ത് വരട്ടെ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നാവും കേട്ടോ, ഒരു 5 മിനിറ്റേ എടുക്കുള്ളൂ. ഇപ്പോൾ കണ്ടോ, വെള്ളം എല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഒരുപാട് വെന്ത് പോയിട്ടില്ല. ഈ ഒരു രീതിയിലായിരിക്കണം. നമുക്ക് കഷ്ണങ്ങളായിട്ട് തന്നെ കഴിക്കാൻ കിട്ടണം. ഇനി ഇതിൽ 2 കപ്പ് ബസ്മതി അരി ഉപ്പിട്ട് വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 3 അല്ലെങ്കിൽ 4 പേർക്ക് കഴിക്കാനുള്ള അത്രയും റൈസ് ഉണ്ടാവും കേട്ടോ. പിന്നെ അരി വേവിച്ചെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഒരുപാട് ഒത്തിരി വേവ് കൂടി പോകരുത്. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി കുഴഞ്ഞു പോകും. കറക്റ്റ് ഒരു പാകത്തിന് വേവിച്ചെടുക്കാം. ഇതിനകത്തിന് ഉപ്പിൻ്റെ ആവശ്യമില്ല, എന്നാൽ നമ്മൾ മസാലയിലും പിന്നെ ചോറിലും ഒക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കറിവേപ്പിലയാണ് കയ്യിലുള്ളതെങ്കിൽ മസാലയുടെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. മല്ലിയില ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഇങ്ങനെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിൽ, അതായത് സിമ്മിലിടണം കേട്ടോ. എത്രത്തോളം തീ കുറച്ചിടാവോ അങ്ങനെ ഇട്ടതിന് ശേഷം 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം, ആ ഒരു ഫ്ലേവർ ഒക്കെ ഒന്ന് റൈസിലോട്ട് വരാനായിട്ട്. ഇപ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴാണ് നന്നായിട്ട് ആ ഒരു ഫ്ലേവറൊക്കെ ചോറിലും കൂടി വരുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, കുട്ടികൾക്കിപ്പോൾ ലഞ്ചിനും ഒക്കെ സ്കൂളിൽ കൊടുത്തു വിടാനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു റൈസാണ് ഇത്. വെറുതെ പപ്പടവും തൈരും മാത്രം കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും നോൺ വെജ് കറിയോ വെജ് കറിയോ ഒക്കെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിന് സൈഡ് ഡിഷായിട്ട് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോയ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തു. തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ നല്ലൊരു രുചിയാണ്, ഒഴിവാക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. തേങ്ങയൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഒരു വലിയ സവോള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നതാണ് കറിയുടെ ഒരു ടേസ്റ്റ്. സവോള ഇതുപോലെ ചെറുതായിട്ട് നിറം മാറിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റോ അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞതോ ഏതായാലും കുഴപ്പമില്ല ചേർത്ത് കൊടുക്കുക. ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ മാറണം. സവോള കുറച്ചും കൂടെ ഒന്ന് മൂത്ത് വരണം. ഇനി ഇതിൽ പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റി ആ പൊടികൾ നല്ലോണം ഒന്ന് മൂത്തൊരു ബ്രൗൺ കളർ ആവണം. ഇനി ഇതിനകത്തേക്ക് ഒന്നുകിൽ ഒരു ചെറിയ തക്കാളിയുടെ പകുതി അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സോസ് ചേർക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ.
തക്കാളിയാണ് ചേർക്കുന്നതെങ്കിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ വേവണം. എന്നിട്ട് ഇതിനകത്തേക്ക് സോയ, ഒരു 100 ഗ്രാം സോയ വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചതാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. മല്ലിയില വേണമെന്നില്ല, കറിവേപ്പില ആയാലും മതി. നിങ്ങളുടെ കയ്യിലുള്ള ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. ലാസ്റ്റ് ഒരു അല്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മധുരം ഉണ്ടാവത്തില്ല, പക്ഷെ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഒത്തിരി ഡ്രൈ ആയിട്ടിരുന്നാൽ ഈ മസാലയൊന്നും സോയയിലോട്ട് നന്നായിട്ട് പിടിക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടി മാത്രമാണ് ഒരു അല്പം വെള്ളം ഒഴിക്കുന്നത്. അപ്പം കുറച്ചൊന്ന് ഒരു ചെറിയൊരു ഗ്രേവി പോലെ വരുമല്ലോ. അപ്പം നന്നായിട്ട് മസാലയൊക്കെ അതിനകത്തോട്ട് പിടിക്കും. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ചെറിയ തീയിൽ അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ സോയ റോസ്റ്റ് അല്ലെങ്കിൽ സോയ ഫ്രൈ റെഡിയായി. ഞാനിത് ഇടയ്ക്ക് 2-3 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് പേർക്കും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് സോയ, പക്ഷെ ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. നമ്മൾ ചിക്കനും ബീഫും ഒക്കെ റോസ്റ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ അത്രയും ടേസ്റ്റാണ്. തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് അടിപൊളിയാണ്. ലാസ്റ്റ് ഒരു ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റൈസും സോയ ഫ്രൈയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.